ഒരു ചലച്ചിത്ര യൂണിറ്റിൽ ഓരോ വിഭാഗത്തിനും വാഹനങ്ങൾ നിയുക്തമായിട്ടുണ്ട്. കോസ്റ്റ്യൂം വിഭാഗത്തിന് 1, മെസ് യൂണിറ്റിന് 2, ആർട്ട് വിഭാഗത്തിന് 2, ക്യാമറയ്ക്ക് 1 എന്ന രീതിയിലാണ് വാഹനങ്ങൾ വീതിച്ചു നൽകുന്നത്. പ്രധാന സാങ്കേതിക വിദഗ്ധർക്ക് പ്രത്യേക വാഹനങ്ങളാണ് ഓടുന്നത്. ചിത്രത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കും. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളായ പഴശ്ശിരാജ, 2020 തുടങ്ങിയവയ്ക്ക് 25-ലധികം വാഹനങ്ങൾ ഓടിയിരുന്നു. ചിത്രീകരണ ദിവസങ്ങളുടെ എണ്ണത്തിലും മാറ്റമുണ്ടാവും. 80 മുതൽ 100-ലധികം ദിവസങ്ങൾ വരെ ഗതാഗത സേവനം ആവശ്യം വരുന്ന ചിത്രങ്ങളുണ്ട്. ഞാൻ പ്രൊഡക്ഷൻ ഓടിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ ആകുമ്പോൾ പ്രൊഡക്ഷൻ്റെതായ ആൾക്കാരെ പിക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഓടുന്ന കോസ്റ്റ്യൂമാണ്. കോസ്റ്റ്യൂം ആൾക്കാർ അവരെ പിക്ക് ചെയ്തിട്ടുണ്ട്. വേറെ സെക്ഷനുണ്ട്. അവർ നടീനടന്മാർക്ക് കോളിസ്, ഇന്നോവ, സ്കോർപ്പിയോ ഇന്ന വണ്ടികളാണ്. അവർക്ക് വേണ്ടി അവരുടേതായ സ്റ്റാൻഡേർഡ് വണ്ടികളാണ് കൊടുക്കാറുള്ളത്. ആർട്ടിന് പ്രത്യേകം വാനുണ്ടാകും, ജീപ്പ് ഉണ്ടാകും, ട്രാവലറായിരിക്കും. പിന്നെ കോസ്റ്റ്യൂമിന് വാനായിരിക്കും, പ്രൊഡക്ഷനും വാനായിരിക്കും, ജീപ്പും ഉണ്ടാകും. പോയിട്ടുണ്ട്. ഊട്ടി, പൊള്ളാച്ചി, മംഗലാപുരം. ഇതുവരെ ഷൂട്ടിങ്ങിൻ്റെ ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് അതിനുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യങ്ങൾ ദിവസം 30 ദിവസം കൊണ്ട് തീരുന്നുണ്ട്, 60 ദിവസം കൊണ്ടൊക്കെ തീരുന്ന പടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് ഇന്നോവയാണ്. പണ്ടൊക്കെ ടാറ്റോ സുമോ, അംബാസഡർ കാറുകളൊക്കെ ആയിരുന്നു. എല്ലാവരും ഇന്നോവ ഉള്ള വണ്ടികളൊക്കെ ചോദിക്കുന്നത്. പോലീസ്, സ്കോർപ്പിയോ അങ്ങനെയുള്ള വണ്ടികളൊന്നും വേണ്ട. 468 മെമ്പേഴ്സാണ്. ഉണ്ട്. എല്ലാവരും കൂട്ടായ്മകളുണ്ട്. ലൊക്കേഷനിൽ എല്ലാവരും കൂട്ടായ്മയോട് തന്നെ വർക്ക് ചെയ്യുന്നത്. ലൊക്കേഷനിൽ ഒരു ലീഡർ ഉണ്ടാവും. ഒരു ലീഡർ ഉണ്ടായിരിക്കും നമുക്ക്. ആളാണ് ബില്ലെല്ലാം. ലൊക്കേഷൻ ലീഡറുണ്ട്. അല്ലല്ല, അങ്ങനല്ല. അതിലൊരാളിപ്പോൾ ഫ്രീ ആയിട്ടിപ്പോൾ ഒന്ന് സീനിയർ ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പാസഞ്ചേഴ്സ് വേണ്ടിയാകുമ്പോൾ ഞങ്ങളിപ്പം പുറത്തു പോകണം. അപ്പോൾ ഒരു കോസ്റ്റ്യൂം ലൊക്കേഷൻ ആരാണോ അവരായിരിക്കും ലീഡറായിട്ട് നിൽക്കുന്നത്. ആർട്ട് വണ്ടി, കോസ്റ്റ്യൂം വണ്ടിയൊക്കെ ലൊക്കേഷൻ ബില്ല് എഴുതി കൊടുക്കുന്നതും അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് മറ്റേ പാസഞ്ചർ വണ്ടി ആകുമ്പോൾ ഇപ്പോഴും ഓട്ടം ഉണ്ടാവുമല്ലോ. പൈസ മാത്രം ഓടിച്ചാൽ ഇവിടെ നിൽക്കുന്നവരാരും അങ്ങനെ നടക്കാറ്. എല്ലാവരും പല പല ലൊക്കേഷനായിരിക്കും. ഓണം, വിഷു എല്ലാവരും പല പല ലൊക്കേഷനായിരിക്കും. വീടുകളിൽ പോലും പോകാറില്ലല്ലോ. കഴിഞ്ഞ ദിവസങ്ങളാകുമ്പോൾ ഷൂട്ടിംഗ് ഒരുപാടുണ്ടായിരുന്നു. അന്നേരം വണ്ടികളില്ലാതെ വന്നു, പുറത്തുനിന്ന് വണ്ടി വെക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ മെമ്പേഴ്സിന് വെക്കേണ്ടി വരും. ഇഷ്ടം പോലെ പേർക്ക് താല്പര്യമുള്ളവരുണ്ട്. മെമ്പർഷിപ്പ് ഇനിയും കൂട്ടേണ്ടി വരും. അത് വർക്ക് അനുസരിച്ച്. ഇപ്പോൾ കുറച്ചാൽ വർക്ക് ഡിമാൻഡ് സമയത്താണ് മെമ്പർഷിപ്പ് ക്ലോസ് ആക്കി വെച്ചിരുന്നത്. അതിപ്പോൾ വർക്ക് കൂടി വരികയാണെങ്കിൽ മെമ്പർഷിപ്പ് കൂട്ടി വേണ്ടി വരും. ഒരുപാട് പടങ്ങൾ. ഇപ്പോൾ നമ്മളൊരു മാസം വർക്ക് ചെയ്താൽ നമുക്കൊരു 12,000 രൂപ എല്ലാ ചിലവും കഴിച്ച ഡ്രൈവർക്ക് കിട്ടും. ജസ്റ്റ് ഒരു ചെറിയ പടമൊക്കെ ആണെങ്കിലും ഒരു 10 വണ്ടികളൊക്കെ ഉണ്ടാവും. വലിയ സ്റ്റാറുകളുടെ പടമൊക്കെ ആകുമ്പോൾ അതിലും കൂടും, വണ്ടികളുടെ എണ്ണം കൂടും. ദൂരെ ഇല്ല. ഏത് വർക്ക് ചെയ്യുന്നവർക്ക് അത്രയും വണ്ടികളും ഏത് ലൊക്കേഷനാണ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ടെക്നീഷ്യന്മാരും കൂടുന്നതിനനുസരിച്ച് വണ്ടി കൂടുതൽ വേണ്ടി വരും. പൊള്ളാച്ചി രാജ അവിടുത്തെ വണ്ടി കുറച്ച് ലോക്കൽസ് വണ്ടി വെക്കും. അതല്ല, നമ്മൾ ടാക്സി വണ്ടിയാണ് ഓടിച്ചില്ലെന്നെങ്കിൽ അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ല, നമ്മളെ മാറ്റത്തില്ല. ഓണേഴ്സ് വണ്ടികളാകുമ്പോഴാണ് അവർ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ടാക്സി വണ്ടികളാണെങ്കിൽ നമുക്ക് ഓടാം. നമ്മൾ ടാക്സി കൊടുത്ത് ഓടുന്ന വണ്ടികളല്ലേ, അത് കാരണം ഓടാം. അത് കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വരാറുണ്ട്. പുറത്ത് നമ്മൾ ട്രാവൽസിലോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ നല്ല ചെറിയ ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ള സമയത്ത് വീട്ടിലിരിക്കും. നമ്മൾ മുഴുവൻ നാട് വിട്ടുള്ള ഇതല്ലേ, ഉള്ള സമയത്ത് വീട്ടിലിരിക്കാറുണ്ട്. വീട്ടിലിരിക്കാറുണ്ട്. ഒരാഴ്ച കിട്ടും. ഡ്രൈവേഴ്സ് യൂണിയന്റെ സെക്രട്ടറി ശ്രീ എൽദോ ആണ് നമ്മളോടൊപ്പം. എന്താണ് ഒരു ഡ്രൈവർ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്താൽ അയാൾക്കുള്ള ഗുണങ്ങൾ? ഇപ്പോൾ നിലവിൽ ഒരു 60 വയസ്സ് വരെയാണ് നമ്മൾ ഇതിൻ്റെ ഈ യൂണിയൻ്റെ ഒരു കാലാവധി ഡ്രൈവർമാർക്ക് വെച്ചിരിക്കുന്നത്. സാധാരണ എല്ലാ നിലവിലുള്ള പോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞാലും ആണെങ്കിൽ അവർക്ക് ജോലി ചെയ്യാം. ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അവർക്കിവിടെ നമുക്കൊരു അപേക്ഷ തരാം. അപേക്ഷ തന്നു കഴിഞ്ഞാൽ യൂണിയൻ അവർക്ക് ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം 50,000 രൂപയോളം നമ്മൾ പിരിഞ്ഞു പോകുന്നതിന് അവർക്ക് നമ്മളൊരു തുകയായിട്ട് കൊടുക്കും.
ഇനി അതല്ല ഈ 50,000 രൂപ മേടിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളൊരു പെൻഷൻ പദ്ധതി പോലെ ചെയ്യുന്നുണ്ട്. 1000 രൂപ മാസം മാസം പെൻഷൻ കൊടുക്കും. അതാ താല്പര്യമെങ്കിൽ അവർക്ക് അത് വാങ്ങിച്ച് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. കിട്ടി അത് മരണം വരെ അവർക്ക് അതാ താല്പര്യമെങ്കിൽ. ഇപ്പൊ നേരത്തെ ഒരാള് ഇപ്പൊ ഒരു 10-40 വയസ്സുള്ളപ്പോൾ ഒരാള് പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചാൽ അയാൾക്കും കിട്ടുമോ ഈ പൈസ? അയാൾക്കും കിട്ടും. അയാൾക്കും എപ്പോൾ വേണമെങ്കിൽ. പക്ഷേ നിലവിൽ ഇപ്പോൾ യൂണിയനിൽ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ യൂണിയൻ മെമ്പർഷിപ്പ് കൊടുക്കുന്നവർക്ക് ഏകദേശം ഒരു 2 വർഷക്കാലം ഒരു പരിധിയുണ്ട്. പുതിയ മെമ്പർമാർക്ക് 2 വർഷം നമ്മൾ ഇതിനകത്ത് സേവനം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അവർ ഈ പൈസയ്ക്ക് അർഹനാവുന്നുള്ളൂ. ജോയിൻ ചെയ്ത് അടുത്ത ആഴ്ച തന്നെ പൈസ വാങ്ങിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ അതൊരു യൂണിയൻ ചേർന്നൊരു വ്യവസ്ഥയല്ല. പെൻഷൻ പദ്ധതി നല്ല കാര്യമാണ്. പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഒരു തുക കൊടുക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയാണ്? വേറെ സംഭവം വെച്ചാൽ ഇപ്പോൾ കണ്ണൂർ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം, അത് ഒരുപാട് പേർക്ക് നമ്മൾ ഈ യൂണിയൻ വന്നതോടുകൂടിയാണ് അത് ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. ഇതിനു മുമ്പാട് കണ്ണൂർ കാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാവരിലും കണ്ണൂർ കാർഡ് എന്ന് പറഞ്ഞിട്ട് ബീഡി തൊഴിലാളികളുടെ ഒരു കണ്ണൂർ കാർഡ് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന കഴിയുന്ന എല്ലാവർക്കും ഈ കണ്ണൂർ കാർഡ് കൊണ്ടുള്ള ആനുകൂല്യം വെച്ചാൽ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അവർക്കുള്ള പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ എക്സ്പെൻസ് ഈ കണ്ണൂർ കാർഡിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏതായാലും മറ്റ് തൊഴിൽ മേഖലകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും മാതൃകാ തൊഴിലാളികളായി ഫെഫ്കയുടെ കീഴിൽ ജോലി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കും. ആയിക്കോട്ടെ, താങ്ക് യു.